കണ്ണൂർ താണയിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെയും മോട്ടോർ വാഹന വകുപ്പിനെതിരെയും ആരോപണവുമായി മരിച്ച ദേവനന്ദൻ്റെ കുടുംബം രംഗത്ത് വന്നു. അപകട ദൃശ്യമുണ്ടായിട്ടും കൃത്യമായി നടപടിയെടുത്തില്ല. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കുടുംബത്തിന് നീതി കിട്ടില്ലെന്നും ദേവനന്ദൻ്റെ പിതാവ് ശ്രീജു 24 പറഞ്ഞു. ഒരാൾ മരണത്തിനെ ഇത്ര നിസാരവൽക്കരിക്കുന്ന ഒരു നിയമത്തിന് എതിരെ വേറെ എന്തെങ്കിലും വകുപ്പുകൾ ചുമത്തി തക്കതായ ശിക്ഷ ഈ പറയുന്ന ഈ ബസ്സിലെ എല്ലാവർക്കും, അതെന്ന് വെച്ചാൽ ബസ്സിലെ ഡ്രൈവർക്ക് മാത്രം ഉത്തരവാദിത്തമല്ല, അല്ല ആജീവനാന്തം ഇവന് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള ക്രിമിനൽസിന് ഡ്രൈവ് ചെയ്യാനുള്ള അർഹതയില്ല. ഏതറ്റം വരെ നിയമ നടപടിക്ക് ഞാൻ ഒരുങ്ങും. അതിൻ്റെ കൂടെ പൊതുസമൂഹവും നാട്ടുകാരും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മരിച്ച ദേവനന്ദിൻ്റെ പിതാവ് ശ്രീജു പറഞ്ഞതിൽ കാര്യമുണ്ട്. മനഃപൂർവ്വമായ നരഹത്യ പോലെയാണ് നമുക്ക് ആ വണ്ടി പിടിക്കുന്നത് കണ്ടാൽ തോന്നുക. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, മുന്നിൽ ഒരാൾ 2 വീലറിൽ പോകുന്നത് കണ്ടിട്ടും വണ്ടി ചവിട്ടി നിർത്താതെ അതേ വേഗത്തിൽ ഓടിച്ച് അയാളുടെ മുകളിലൂടെ കയറ്റി ഇറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഷോക്കിംഗ്. SKN തീർച്ചയായും ഈ മാസം 20-ാം തീയതി കണ്ണൂർ താണയിൽ വച്ചാണ് ഈ അപകടമുണ്ടായത്. കൂത്തുപറമ്പ് കണ്ണൂർ റോട്ടിലോടുന്ന അശ്വതി ബസ്സാണ് ഈ ദേവനന്ദ് സഞ്ചരിച്ച സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗതയിൽ വന്ന് ഇടിച്ചത്. ആ ദൃശ്യങ്ങളിൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യം കൃത്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. അവിടെ ഒരു ഗതാഗത കുരുക്കുണ്ടാവുന്നു. അതായത് ദേവനന്ദ് സഞ്ചരിച്ച സ്കൂട്ടറിന് മുന്നിൽ ഒരു കാറ് നമുക്ക് കാണാം. ആ കാറ് ഇടത് ദിശയിലേക്ക് റോഡിലേക്ക് തിരിയുകയാണ്. അതിനിടെ അവിടെ ഒരു കുരുക്കുണ്ടാവുന്നു. ആ കാറിന് പിന്നിൽ ദേവനന്ദ് സ്കൂട്ടർ വന്ന് നിർത്തുകയാണ്. അതിനിടെയാണ് പിന്നിൽ ഈ അശ്വതി ബസ് വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇടിച്ചതിന് ശേഷം ആ ബസ് ഈ ദേവനന്ദിൻ്റെ ദേഹത്തോട് കയറിപ്പോയി. അങ്ങനെയാണ് ഈ അപകടമുണ്ടാവുകയും ദേവനന്ദ് മരിക്കുകയും ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് നിലവിലുള്ളത്. പക്ഷേ അതിന് വേണ്ടത്ര നടപടി ഉണ്ടായില്ല എന്നതാണ് ദേവനന്ദിൻ്റെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു നടപടി ഉണ്ടായിരുന്നു. അത് 3 മാസത്തേക്ക് ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി മാത്രമാണ് ഉണ്ടായത്. പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക കേസെടുത്തതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വകുപ്പുകൾ ഇതിൽ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിലവിൽ എടുത്തിട്ടുള്ള നടപടിയിൽ തൃപ്തിയില്ല. അതുകൊണ്ട് തനിക്കോ തൻ്റെ കുടുംബത്തിനോ നീതി ലഭിക്കില്ല എന്നതാണ് ദേവനന്ദിൻ്റെ പിതാവ് ശ്രീജു പറയുന്നത്. ഏതറ്റം വരെയും പോകും, ഈ ബസ് ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ബസ് ഉടമയെയും ജയിലിലടക്കുന്നത് വരെ നിയമപോരാട്ടം തുടരും എന്നതാണ് ആ കുടുംബം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും മറ്റു നടപടികളിലേക്ക് പോകാത്തത് എന്ന സംശയം നമ്മളെ സംബന്ധിച്ചുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും അതിൽ അന്വേഷണം നടത്തുന്നു എന്ന കാര്യം ആണ് അറിയിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ നടപടി ഇപ്പോൾ ഈ അപകടം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കുടുംബം പോലീസിനെതിരെയും മോട്ടോർ വാഹന വകുപ്പിനെതിരെയും ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.